ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലൽ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? ഹദീസുകളിൽ എന്തു പറഞ്ഞു? മക്കയില് ഇപ്പോൾ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നുണ്ടോ ഇല്ലേ? ചൊല്ലിയാലും ഇല്ലെങ്കിലും മക്കയില് ജന്നത്തുൽ ബഖീൽ വഹാബികൾ ഇപ്പോൾ ദിക്ർ ചൊല്ലലുണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ടല്ല പരിശുദ്ധ ഇസ്ലാം തീരുമാനിക്കല്. ചില ആളുകൾ ഇമ്മണി വലിയ തെളിവ് പറയുന്നുണ്ട്. ഇബ്നു തൈമിയ പറഞ്ഞിക്കണെന്ന്, ഇബ്നു ബാസ് പറഞ്ഞിക്കണെന്നൊക്കെ തെളിവ്. ഇബ്നു ബാസിന് ഇബ്നു തൈമിയന് തെളിവാക്കുന്നേരം കൊണ്ട് ആ സക്കരിയ സലാഹിനെ തെളിവാക്കില്ല നല്ലത്. ഒരു സലഫി വായിക്കുന്നുണ്ട്, റഫീഖ് സലഫി, ഇബ്നു തൈമിയന്റെ ഉദ്ധരണിയും അതേപോലെ ഇബ്നു ബാസുവിന്റെ ഉദ്ധരണി. ഇവിടെ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്ത് പറഞ്ഞു എന്നതൊന്നല്ല ഇസ്ലാമിന്റെ തെളിവ്. അല്ലെങ്കിൽ ഇപ്പോൾ മക്കയിലും മദീനയിലും എന്ത് നടക്കുന്നുണ്ട് എന്നതും അല്ല ഇസ്ലാമിന്റെ തെളിവ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലല് തെറ്റാണെന്ന് അറിയിക്കുന്ന യാതൊരു ആയത്തും അള്ളാന്റെ ഖുർആനിൽ കാണിക്കാൻ കഴിയില്ല. മറിച്ച് ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിലും കാണിക്കാൻ കഴിയും ദിക്ർ ചൊല്ലാൻ പാടില്ല എന്ന്. നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അദ്കാറിന്റെ പേരിൽ ഇവര് കളവ് പ്രചരിപ്പിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചും ചെറിയ നിലക്ക് ഞാൻ പറയാം. ദിക്ർ ചൊല്ലുക എന്നത് എപ്പോഴും പുണ്യമാണ്. അത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിർത്തിവെക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദിക്ർ ചൊല്ലിച്ചിട്ട് തെറ്റുമല്ല. കാരണം ദിക്റുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളുടെ അടയാളാണ് ദിക്ർ ചൊല്ലല്. പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴായിട്ട് നിർത്തണം എന്നെന്താ? അത് ഖുർആനിൽ പറഞ്ഞതാ. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ജാമിഉ സ്വഗീർ 1-ാം വാള്യം 350-ാമത്തെ പേജിൽ അക്സിറു ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനാസയിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് വർദ്ധിപ്പിക്കണേ. അപ്പൊ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിനെ വിവരിച്ച് അല്ലാമ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈദുൽ ഖദീർ 2-ാം വാള്യം 88-ാമത്തെ പേജിൽ പറയുന്നു, അക്സിറു ആല തശീഖും ലിൽ മൗതാ മിൻ ഖൗലിഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് മരിച്ചവരെ നിങ്ങൾ അനുഗമിക്കുമ്പോൾ ചൊല്ലണം, വർദ്ധിപ്പിക്കണം. ഫഇന്ന ബറക ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ ദിക്ർ ചൊല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തട്ടിവിടാറുണ്ട് ചില വഹാബികൾ. അനസ് മൗലവിയുടെ ഒരു ക്ലിപ്പ് കണ്ടു. ഒരു മുഖാമുഖത്തില് ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ട്. അവസാനം എന്തേത്, ഈ ചോദ്യം മുട്ടിയപ്പം മുഖാമുഖം പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നു, നമ്മളെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് എന്ന് കണ്ടാണ്ട് പിരിച്ചുവിട്ട്. കാരണം ചോദ്യം ഓവറായപ്പം ഉത്തരം മുട്ടുന്നത് കണ്ടപ്പോ എടുത്ത പണിയാണ്. ഇവിടെ വേറെ രസമുണ്ട്. ഇവരുടെ മുഹദ്ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൗലവി ഉണ്ടായിരുന്നു. അയാള് എന്തായി ജീവൻ പോയിട്ടുണ്ട്. അയാള് മുഹദ്ദിസ് ഇവരൊക്കെ ഉസ്താദായിരുന്നു. പണ്ട് എല്ലാ ദുർവ്യാഖ്യാനം ഇവർക്ക് പഠിപ്പിച്ചെടുത്ത ആളാ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അയാളുടെ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഷാഫി മദ്ഹബിലുള്ള എല്ലാ കാര്യങ്ങളും വഹാബീസാണ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ഗ്രന്ഥമാണ് ഷാഫി മദ്ഹബ്. ആ പുസ്തകത്തില് അയാള് പല നൂറുകണക്കിന് ദുർവ്യാഖ്യാനുണ്ട്. അതിലെ ഒരു ദുർവ്യാഖ്യാനാണ് എന്ത്, മയ്യത്ത് കൊണ്ട് ദിക്ർ ചെല്ലണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ, ഷാഫി മദ്ഹബ് വിരിച്ച് പറഞ്ഞ ഒരു ഉദ്ധരണി. എങ്ങനെയാണ് അയാള് ദുർവ്യാഖ്യാനം ചെയ്തത്? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ദാക്കിറൻ ബിലിസാനി സിർറൻ, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലണം. ഇയാളപ്പ ഈ ദാക്കിറൻ എന്നതിന് അർത്ഥം മാറ്റി, ഓർക്കണം എന്നർത്ഥം വെച്ച്. അപ്പൊ എന്തായി, നാവ് കൊണ്ട് ദിക്ർ ഓർക്കണം, നാവ് കൊണ്ട് ഓർക്കണം. ഒന്ന് നാവൊക്കെ ഒന്ന് തുറന്നിട്ടാണ് എല്ലാരും തുറന്നാ അഞ്ഞൊന്ന് ഓർത്താക്കാണ് നാവ് കൊണ്ട്. നാവ് കൊണ്ട് ഓർക്കണം, അല്ല മനസ്സുകൊണ്ട് ഓർക്കരുതട്ടാ. അപ്പൊ ദുർവ്യാഖ്യാനത്തിന്റെ മേറ്ററൊക്കെ മൂക്കൊണ്ട് ആണ് എന്താക്കുക, ചോറുന്ന, കൈകൊണ്ട് അടക്കുക, കാലുകൊണ്ട് ചിന്തിക്കുക, നാവുകൊണ്ട് ഓർക്കുക, ഇങ്ങനൊക്കെ ഒരു വിഭാഗം. മനസ്സുകൊണ്ട് ചിന്തിക്കൂലല്ലേ നിങ്ങള്. അപ്പൊ എങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുക. ആ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ലിസാനിഹി പറഞ്ഞത് നാവുകൊണ്ടെന്ന് പറഞ്ഞ അവരുടെ കറാമത്തായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇത്തരം ദുർവ്യാഖ്യാന വീരന്മാർ വരുന്നത് കൊണ്ടായിരിക്കും. എന്നാൽ
ഇമാം നവവി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതാണ് ഇവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ കോലം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. അദ്കാറിൽ പറയുന്നു, ബാബുമായ ഖൂലുൽ മാശി മഅൽ ജനാസ, ജനാസന്റെ കൂടെ നടക്കുന്നവൻ ചൊല്ലേണ്ട ഒന്ന്, ചൊല്ലണ്ടാത്ത ഒന്നല്ല, അല്ലെങ്കിൽ മുണ്ടാതിരിക്കണം, ഒന്നും മിണ്ടരുത് എന്നല്ല, ചൊല്ലേണ്ട ഒന്ന്, ചൊല്ലേണ്ട ഒന്ന് എന്നാ പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറയുന്നു ഇസ്തഹബു, ഇതൊന്നും ഇവർ വായിച്ചു കൊടുക്കലില്ല ജനങ്ങൾക്ക്. ഇസ്തഹബു ലൗ യകൂന മുസ്തഖിലൻ ബിദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയാവൽ സുന്നത്താണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലി ജോലിയാവൽ സുന്നത്താണ്. ദിക്റില്ല. ഇവിടെ ഉണ്ട് നമ്മുടെ മൗലവിമാര് ഒരു സംവാദത്തിൽ അർത്ഥം പറയുന്നു, അള്ളാഹിനെ സ്മരിക്കുക, ഓർക്ക. നേരത്തെ അത് ആക്രം ലിസാനി എന്ന് പറഞ്ഞില്ല, നാവ് കൊണ്ട് ഓർക്കാന്ന് അർത്ഥം മാറ്റാനുള്ള പരിപാടിയാ. അപ്പൊ നബി ഇമാം പച്ച മലയാളത്തില് പച്ച അറബിയിൽ എഴുതിയതാണ് ദിക്റില്ല, അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ട് ജോലിയാവൽ സുന്നത്താണ്, ഓർക്കാന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കണ്ട ഷാഫി നബി ഇമാമിന്റെ ഗ്രന്ഥമൊക്കെ കണ്ട ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഷാഫി ഇമാം നബി ഇമാമിന്റെ തന്നെ ഗ്രന്ഥത്തെ വിവരിച്ചുകൊണ്ട് പറഞ്ഞതാണ് നാവ് കൊണ്ട് ദിക്റില്ലണെന്ന് അവർ പറയും. യുസ്തഹബ്ബു, ജനാസയുടെ കൂടെ പോകുന്നവൻ ഓർക്കേണ്ട അധ്യായം എന്നല്ല, പറയേണ്ട. മായ കൂലു, അവിടെ ഓർക്കാന്ന് അർത്ഥം വെക്കോ? പറയേണ്ടത്, പറയാന്ന് പറഞ്ഞാ ഓർക്കല. യുസ്തഹബ്ബു ലഹു യകൂന മുസ്തഖിലൻ ബിദിക്രില്ലാ, നാവ് കൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കണം. വൽ ഫിക്രി ഫീമാ യൽഖാഉൽ മയ്യിത്തു, മയ്യത്തിന് കാണാൻ പോകുന്ന ഖബറും അതുപോലെയുള്ള കാര്യത്തിലൊക്കെ ചിന്തിക്കുകയും ചെയ്യണം, ഒക്കെ ചിന്തിക്കണം. പിന്നെ പറയാണ് ഒരു ഫായിദ ഇല്ലാത്ത സംസാരമൊന്നും പാടില്ല. ഇത് രണ്ട് കാര്യമാണ്. ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബ് വിവരിച്ച് ഇമാം നബി റളിയല്ലാഹുവിന്റെ ഗ്രന്ഥം വിവരിച്ച് മിൻഹാജ് വിവരിച്ച് ഈ വിഷയത്തില് ഇമാം റംലി റളിയല്ലാഹു പറയുന്ന ഒരു വാചകം, വൽ മുഖ്താർ വസ്സവാബു, അത് കാലൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം പറയുന്നത്, മുഖ്താറായ അഭിപ്രായം, ശരിയായ അഭിപ്രായം, കമാഫിൽ മജ്മു സർമദബിലുള്ളത്, മക്കാന അലി സലഫു, സലഫുകളായ ഒന്നാണ്. മിന സുക്കൂത്തി, അച്ചടക്കത്തിൽ പോകണം. ഫി ഹാലിസരി, ജനാസ കൊണ്ടുപോകുമ്പോ. ഫലാ യുറുഫൗ സൗത്തുൻ, അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂത്ത് പറഞ്ഞാൽ എന്താണ്? ശബ്ദത്തെ നന്നാക്കി ഉയർത്തരുത്. ഫലാ യുസവ്വത്തു, ശബ്ദിക്കരുത് എന്നല്ല പറഞ്ഞത്, ഒരു ഒച്ച ഉണ്ടാകരുത് എന്നല്ല. അമിത ശബ്ദം പാടില്ല. ഈ റഫ് സൗത്ത് പാടില്ല എന്ന്, സൗത്തേ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബിഖറാത്ത് വലാ ദിക്രി വലാ വരീമ, ഒന്നുകൊണ്ടും പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടും പാടില്ല, ദിക്ർ കൊണ്ടും പാടില്ല. ബൽ യസ്തഖിലു ബിതഫക്കുരി ഫിൽ മൗത്ത്, മരണത്തൊക്കെ ഓർത്തുകൊണ്ട് പോകണം. അങ്ങോട്ട് പിന്നെ പറയാ വൈസന്നുൽ ഇസ്തിഗാൽ ബിൽ ഖിറാ, സുക്കൂത്ത് എന്നതിന് ഒരടക്കത്തിലും ഒരു മിതമായ ശബ്ദമേ പാടുള്ളൂ, വളരെ ശബ്ദമുയർത്തരുത് എന്നാണ് അർത്ഥം എന്നതിന്റെ ആറാമത്തെ തെളിവ് ഞാൻ പറയാം. ആറാമത്തെ ഓർമ്മ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ, ഇമാം തന്നെ ആയിക്കോട്ടെ, മിൻഹാജിൽ പറയുന്നു, വയുക്റഹുൽ ലഗത്തു, കോലാഹലം ഉണ്ടാക്കൽ കറാഹത്ത. അതാണ് നേരത്തെ സുക്കൂത്ത് വേണമെന്ന് പറഞ്ഞത്. ലഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ റഫ്ഉ സൗത്തി, ശബ്ദത്തെ ഉയർത്ത. അപ്പൊ ശബ്ദമുയർത്തി കോലാഹലം ഉണ്ടാക്കൽ കറാഹത്താണ്. വലൗ ബിദ്ദിക്രി വൽ ഖിറാഅ, അത് ഖുർആൻ ഓതിയിട്ട് കോലാഹലം ഉണ്ടാക്കണ്ട, ദിക്റിലിട്ട് തീരെ ഓതണ്ടെന്നല്ല. നേരത്തെ ഓതണം ഇമാമിന്റെ ഭാരത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓതണ്ടെന്നല്ല. അമിത ശബ്ദം പാടില്ല. റഫ് സൗത്ത്, തീരെ ശബ്ദിക്കരുത് എന്നല്ല, അമിതമായിട്ട് ശബ്ദം ഉയർത്തരുത്. ഫിൽ മസ്ജി ഫിൽ ജനാസ ലഅന്ന സഹാബത്തെ കരിഹുഹു, അമിത ശബ്ദമാണ് സഹാബത്തെ എതിർത്തത്. ബൽ യസ്കുത്തു മുതഫക്കിറൻ ഫിൽ മൗത്തി, മരണത്തിൽ ചിന്തിച്ചുകൊണ്ട് പോകണം. എന്നിട്ട് പറഞ്ഞതാണ് ദാക്കിറൻ ബിലിസാനിഹി സിറാ, നാക്കുകൊണ്ട് ദിക്ർ ചൊല്ലണം. അപ്പൊ നബി ഇമാം നേരത്തെ ദിക്റുള്ള കൊണ്ട് ജോലിയാവണമെന്ന് പറഞ്ഞെടുത്ത് വെറും അള്ളാനെ ഓർക്കാന്ന് മാത്രല്ല. ഇവിടെ മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് രണ്ടാം ഭാഗം സുന്നത്താണ് എന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടാം ബാങ്കിന്റെ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ഫലാ യുർഫൗ സൗത്തുൻ. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഫലാ യർഫ ഫീഹി സൗത്തുൻ, അതില് ശബ്ദമുയർത്താൻ പാടില്ല. അപ്പൊ രണ്ടാം ബാങ്കിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് പറഞ്ഞാല് തീരൊച്ച
കല്യൂബി 1:28 കാണാം. ഷാഫി മദ്ഹബിലെ ഫിഖ്ഹ് ഗ്രന്ഥമാണ്. സിർറൻ, രണ്ടാം ബാങ്ക് സിറാക്കണമെന്ന് പറഞ്ഞു. അവിടെ ഫലാ യുർഫഉ സൗത്തൻ, ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞാല് രണ്ടാം ബാങ്ക് തീരെ ആരും കേൾക്കാതെ മുണ്ടാതെ പോണെന്ന, മുണ്ടാതെ ചെല്ലണമെന്ന. അപ്പൊ പതുക്കെ എന്ന് പറയുന്നത് രണ്ടാം ബാങ്കിന് ശബ്ദമുയർത്തരുത് എന്ന് അർത്ഥം ഇമാമുമാർ പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ യസ്കുത്തു എന്ന് പറഞ്ഞെടുത്ത് ഷെർവാനി ഇമാം പറഞ്ഞത് കാണാം, ലാ യുർഫഉ സൗത്തുഹു, അവന്റെ ശബ്ദം ഉയർത്തപ്പെടരുത്. 3-ാം വാള്യം 157. അപ്പൊ സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം അമിതമായി ഉയർത്തപ്പെടരുത്, വേണ്ട. അതുപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾക്ക് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറക്കനെ ചൊല്ലും. ആ ഉറക്ക ചൊല്ലണ മുമ്പ് പതുക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പതുക്കെ ചൊല്ലല് സുന്നത്താണ്, ഉറക്ക ചൊല്ലണ മുമ്പ്. അത് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്, ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിൽ ഉണ്ട്. വതർജിഉ ഫീഹി, ഇമാം തന്നെ മിൻഹാജിൽ പറയുന്നു, ഒന്ന് മടക്കി പറയാ, ഷഹാദത്ത് കലിമ രണ്ടും ഒന്നും കൂടിയും അവർ മടക്കി പറയൽ സുന്നത്താണ്. അവിടെ കാണാം അതില് മടക്കി പറയുന്നിടത്ത് വഹുവ കമാ ഫി ദഖായിഖ്, അതായത് ഉറക്ക പറയുന്നതിന് മുമ്പ് അല്പം പതുക്കെ മടക്കി പറയാം. ദഖായിഖിൽ നബി ഇമാം പറഞ്ഞിട്ടുണ്ട്, അയ്യഅതിയ ബിശ്ശഹാദതൈനി മറത്തൈനി സിറാ, പതുക്കെ 2 ഷഹാദത്ത് കലിമ ചൊല്ല. സിറ എന്നാണ് പദ, പതുക്കെ ചൊല്ല. ശറഹുൽ മഹല്ല് 128. ഈ പതുക്കെ ചൊല്ലുക എന്നിടത്ത് നിങ്ങൾക്ക് കാണാം ഇമാം കല്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യുസ്മി അൽ മുൻഫരിദു നഫ്സഹു, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ സ്വന്തം ശരീരം കേൾക്കണം. വഗൈറുഹു അഖിലൽ മസ്ജിദി വനഹ്വഹും, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ബാങ്കിനാണെങ്കിൽ പള്ളിയിൽ കേൾപ്പിക്കണം. അപ്പൊ പതുക്കെ തന്നെ എന്ന് മാത്രമല്ല, ഒറ്റ വാക്ക് കൂടി ഉദ്ധരിച്ച് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ഖദീർ 566 പേജിൽ പറയുന്നു, വലാ യുആരി ദാലിക ഖബറു അക്സിറു ഫിൽ ജനാസത്തി മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിഅന്നൽ മുറാദ അന്നഹു യഖൂലുഹു സിറാ. സലഫുസ് സ്വാലിഹുകൾ സുക്കൂത്തായിരുന്നു ഉണ്ടായിരുന്നത്, അമിത ശബ്ദ കോലാഹലം ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹനെ വർദ്ധിപ്പിക്കണം എന്ന ഹദീസും കൂടി വിരുദ്ധമല്ല, വൈരുദ്ധ്യമില്ല. കാരണം എന്തുകൊണ്ട്? അന്നൽ മുറാദൻ യഖൂലുഹു സിറാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പതുക്കെ മിതമായ ഒച്ചയിൽ ചെല്ലണമെന്നാണ്. അമിത കോലാഹലവും ശബ്ദമുയർത്തലുകളും ലഗത്തുകളും പാടില്ല, അമിത കോലാഹലം പാടില്ല എന്നാണ് പണ്ഡിതന്മാരും സലഫുകളും പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലരുത് എന്ന് അതിനർത്ഥമില്ല.